ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലെ പെണ്ണ് സാലിഹത്താണെങ്കിൽ നാളെ അവൾ സ്വർഗ്ഗത്തിൽ വന്നാൽ സ്വർഗ്ഗത്തിലെ ഹൂറി പെണ്ണുങ്ങളെക്കാൾ 700 ഇരട്ടി സൗന്ദര്യം കൂടുതലുള്ളത് ആ ദുനിയാവിലെ സാലിഹത്തായ പെണ്ണിനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഹൂറികളെക്കാൾ സ്വർഗ്ഗത്തിലെ സൗന്ദര്യമുള്ളത് ദുനിയാവിലെ ഭാര്യക്കാണ്, അവള് സാലിഹത്താണെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇരുന്നിട്ട് മലക്കുകൾ സലാം പറയുമ്പോ ആ സ്വർഗവാസികൾ ചോദിക്കുമത്രേ, എന്തിനാണ് എല്ലാ വാതിലൂടെ കടന്നു വന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് സലാം പറയുന്നത്? അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സ്വർഗത്തിന്റെ കുടുംബത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലുക. ആ സമയത്ത് ഖുർആൻ പറയുകയാ, ആ മലക്കുകൾ പറയും, സ്വർഗത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സലാം പറയുന്നത് എന്തിനെന്നറിയോ? നാളെ സ്വർഗത്തിലും മരണമില്ലാത്ത സ്വർഗത്തിലെ ഭാര്യ സന്താനങ്ങളോടൊത്തും മക്കളോടൊത്തും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ 2 കൈകളും ആവേശത്തോടെ പൊക്കിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവര് പറയുമത്രേ ഭാര്യ ഭർത്താക്കന്മാരോട്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഇത് സൂറത്ത് റഅദാണ്, വ്യക്തമായി വായിച്ചു നോക്കുക. ഖുർആൻ വ്യക്തമായി പറയാ, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ. ബിമാ സബർതും, ഈ ദുനിയാവിൽ ഒന്നിച്ച് ജീവിച്ചപ്പോ നിങ്ങൾ ധാരാളം ക്ഷമിച്ചവരാണല്ലോ, നിങ്ങൾ ധാരാളം ക്ഷമിച്ചവരാണല്ലോ. ഭാര്യ ഭർത്താക്കന്മാര് കുടുംബത്തോടൊത്ത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് അതിന്റെ പരമപ്രധാനമായ അടിസ്ഥാനമായി ഖുർആൻ പറഞ്ഞത് ബിമാ സബർതും. കുടുംബ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും മറക്കാനുമുള്ള ഒരു സാന്നിധ്യമുള്ളവനാരോ, ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നവന്, ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് ക്ഷമയോടെ സഹനത്തോടെ നേരിടാൻ കഴിയുന്നവരാരോ, ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, കുടുംബജീവിതം ദുഷ്കരമാണ്, കുടുംബജീവിതം പ്രതിസന്ധികളാണ്, കുടുംബജീവിതം പ്രയാസങ്ങളാണ്. ആ കുടുംബജീവിതത്തെ ഒരു കുടുംബനാഥനായി ക്ഷമിച്ചും സഹിച്ചും നാളെ സ്വർഗത്തിൽ തന്റെ കുടുംബത്തെ എത്തിക്കാൻ കഴിയണമെങ്കിൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. നാളെ പരലോകത്തിന്റെ സ്വർഗത്തിലെത്തണമെങ്കിൽ ബിമാ സബർതും, ഭാര്യയും ഭർത്താവും ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമയില്ലാത്തവനെത്തുകയില്ല. മലക്കുകൾ പറയും, നിങ്ങൾക്ക് ഞങ്ങൾ സലാം പറയുന്നത് എന്തെന്നറിയുമോ? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ. കൈവക്കിയിട്ട് കാര്യമില്ല, മുഖ്യവന് ക്ഷമയെങ്കിലും ഉണ്ടാവണം. പാരിപത്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷമയുടേതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പറയണ മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും അങ്ങോട്ട് കയറി പോവില്ല. ഖുർആൻ പറയുന്ന മലക്കുകൾ പറയും, ഏറ്റവും നല്ല വീട് അല്ലാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചത് കൊണ്ടാണ്. നമുക്ക് സ്നേഹം ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് നമുക്ക് വല്ലാതെ ദേഷ്യാണ്. ഞാൻ കുറച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ കഥ പറഞ്ഞു തരാം. നിങ്ങൾ കേൾക്കൂലിരുന്നത് ഉറങ്ങാണോ? ഇത് കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങിയ പിന്നെ നിങ്ങൾക്ക് നിത്യ ഉറക്കത്തിന് സമാധാനം ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ, ഭാര്യ ഒന്ന് തെറ്റി ഇവളെ ഒഴിവാക്കിയിട്ട് അടുത്തതിനെ കെട്ട 4 വരെ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ടല്ലോ എന്ന ആശ്വാസത്തിന് നടക്കുകയാണ് നമ്മൾ. ഒന്നിനെ ഒഴിവാക്കി അതിനേക്കാൾ നല്ലതിനെ കിട്ടണമെന്നില്ല. ഒരേ സമയത്ത് തന്നെ 4 കെട്ടാൻ അനുവാദം തന്നാലും വാഹിദ, ഒരു പെണ്ണിനോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഖൈറ്. അല്ലെ ഒരു പെണ്ണ് 4 കെട്ടാന്ന് ഖുർആൻ വന്നാൽ ഇവള് കെട്ടാൻ സമീപിക്കില്ല. ഈ പെണ്ണുങ്ങളുടെ ശൈലി എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോ 4 അനുവാദം ഉണ്ടെങ്കിലും കെട്ടാതെ നിങ്ങൾ സമ്മതിക്കില്ല. എടി ഞാൻ ഒന്നുകൂടി കെട്ടിക്കോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് കെട്ടിക്കോളൂ, എന്താ കുഴപ്പം? വലിയ സന്തോഷമാകും. പിന്നെ അവള് പറയും, കെട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്, അങ്ങോട്ട് വരും. എന്നാ പിന്നെ പടച്ചോനെ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് കെട്ടാന്ന് വിചാരിക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ കൈ പിടിച്ചിട്ട് ചോദിക്കും, ഞാൻ അവസാനത്തെ ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ കേൾക്കൂ, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ കെട്ടണം എനിക്ക് പൊരുത്തവേ അല്ല. മരിക്കാൻ നേരത്തെ ഞാൻ പൊരുത്തം തരാതെ ഉള്ളൂ. പക്ഷേ ഇതൊന്നുമല്ല. നമ്മളൊക്കെ
വിവാഹത്തെ എനിക്ക് 4 വരെ കെട്ടാം, ഖുർആൻ വാദം തന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവാഹത്തെ ഏതാണ്ട് ബാർട്ടർ സമ്പ്രദായം പോലെ പണ്ട് അരി കൊടുത്തിട്ട് പഞ്ചസാര വാങ്ങിക്കണമാതിരി നമ്മൾ അങ്ങനെ മാറ്റാമെന്ന് കരുതുകയാണ് വിവാഹം എന്ന പവിത്രമായ ബന്ധത്തെ. അല്ല സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോണ്ട്, നമുക്ക് നല്ല തിരക്കുണ്ട്, കടയിൽ ഭയങ്കര തിരക്ക്, ആഗോള സാമ്പത്തിക മാന്ദ്യം, സ്വർണത്തിന് വില ഇടിഞ്ഞു, 1 ഗ്രാമിന് സ്വർണ്ണ കച്ചവടക്കാരനായ ഭർത്താവ് സ്വർണത്തിന്റെ വില ഇടിഞ്ഞു, കോടികൾ നഷ്ടം. റബ്ബർ കച്ചവടക്കാരനായ ഭർത്താവ്, റബ്ബറാണല്ലോ കൂടുതൽ, റബ്ബറിന്റെ വില ഇടിഞ്ഞു 240, ഇപ്പൊ ഏതാണ്ട് 98 99 എങ്ങാണ്ടായി അല്ലെ, 100 രൂപ. സ്റ്റോക്കുകൾ ധാരാളം കൊണ്ട് നഷ്ടം വന്നു. അയാൾ വല്ലാത്ത ടെൻഷനിൽ വയർപ്പിൽ മുങ്ങിക്കുളിച്ച് അയാൾ വീട്ടിലോട്ട് കയറി വരുമ്പോ നമ്മുടെ ഭാര്യ വന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഭയങ്കര ടെൻഷനാണ് മനസ്സിൽ, എന്തേ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോടാണോ എന്ന് നമ്മുടെ ഭാര്യ നമ്മളോട് ചോദിച്ചാൽ ആ സമയത്ത് നമ്മുടെ പ്രതികരണം ഉണ്ടാവും, നമ്മൾ നല്ല ടെൻഷനാണ്, ബേജാറിലാണ്. ആ സമയത്ത് ഭാര്യ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോടാണോ കൂടുതൽ ഇഷ്ടം അതല്ല വേറെ ആരോടെങ്കിലും ആണോ എന്ന് ഒരു ഭാര്യ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്ന് പറയുന്നത് എന്തായിരിക്കും? ചിരിക്കുവോ? നമ്മൾ എത്ര ഭാഗ്യവതികളാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ചിരിക്കുന്നത്, ചിരിക്കുവോ? എങ്ങനെയായിരിക്കും നമ്മളങ്ങനെ പ്രതികരിക്കുക? ചൂടാവും. ഒന്നും അല്ലെങ്കിൽ നമ്മൾ പറയും, നാളെ എനിക്ക് ഭയങ്കര ടെൻഷനാ, പിന്നീട് നമുക്ക് സംസാരിക്കും എന്ന് പറയും. ഇത് ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥയാണ്. പക്ഷേ ലോകങ്ങളുടെ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച ഭർത്താവ്, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഭർത്താവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാലവിസ്തൃതമായ മക്കാരാജ്യം അടക്കി ഭരിച്ച 10,000-കണക്കിന് അനുയായികളൊന്ന് കാണാൻ വേണ്ടി വെടിവെക്കിൽ കാത്തുനിന്ന പേശിയിൽ നിന്ന പാതിരി പോലും അത്ഭുതത്തോടെ കൈസവനായ രാജാവിനോട് പറഞ്ഞ, ഞാൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചിട്ട് പോയപ്പോ ഞാൻ കണ്ടത് മുഹമ്മദിന്റെ കൊട്ടാരമല്ല, ഈത്തപ്പനമരത്തിന്റെ ഓലകളെ ചാരി വെച്ച ഒരാൾക്ക് കുനിഞ്ഞുകൊണ്ടല്ലാതെ കടന്നു പോകാൻ കഴിയാത്ത 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഒരു കൊച്ചുപള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ തേജസ്സാന്ന പ്രവാസത്തിന്റെ പ്രവാചകൻ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ മുഖകമലമല്ലാതെ തിളങ്ങുന്നുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണത്തിന്റെ സവിശേഷതകൾ പറയാൻ കഴിയില്ല. ഗുണമേന്മയും റബ്ബിന്റെ തൃപ്തി കുടമയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരിതാ. ഗുണമേന്മയും റബ്ബിന്റെ തൃപ്തി കുടമയും മുഖചന്ദ്രവും സകലത്തിലും മികച്ചോരിതാ. അതല്ലതേ ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനദീറുഹു ലാ യൂജദു. ആകാശത്തിന്റെ ഗർഭപാത്രത്തിൽ മുഖമൊളിച്ചു നിൽക്കുന്ന അമ്പിളിക്കണ്ണൻ പോലും അത്ഭുതത്തോടെ രോമാന്തത്തോടെ നോങ്ങിരുന്ന ലോക സൗന്ദര്യത്തിന്റെ പ്രതിച്ഛായയുടെ പ്രതിബിംബം ലോകത്തോട് പറഞ്ഞു കൊടുത്ത തേജസ്സാന രൂപമായി ഹബീബായ മുഹമ്മദ് അവിടെ ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് ഉറുവെടുക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിന്റെ ശരീരത്തെ തടകി തലോടി താഴേക്ക് വീടുന്ന, ഉറുവെടുക്കുമ്പോൾ ഇട്ടു വീടുന്ന വെള്ളത്തുള്ളി ഒന്ന് കൈകൊണ്ട് പകർന്നെടുക്കാൻ ആയിരക്കണക്കിന് അനുയായികൾ തിക്കും തിരക്കും കൂട്ടുന്നത് ഞാൻ കണ്ടുപോയെന്ന് പേർഷ്യക്കാരനായ പാതിരി ആ കിസ്രയുടെ ചക്രവർത്തിയോട് പറഞ്ഞു കൊടുത്ത ലക്ഷക്കണക്കിന് അനുയായികളുടെ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചുകൊണ്ട് താഴേക്ക് വന്ന വെള്ളത്തുള്ളികൾ പോലും കയ്യിലാക്കിയിട്ടൊന്ന് കടന്നു പോകാൻ ലക്ഷക്കണക്കിന് അനുയായികൾ കാത്തു നിൽക്കുമ്പോ ബദറിന്റെയും മുഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിന് നേതൃത്വം കൊടുത്ത് ആനപ്പടയോടെ ഏറ്റുമുട്ടിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നാനാഭാഗത്തു നിന്ന് ശത്രുക്കൾ കുതന്ത്രത്തിന്റെ നിലകളുമായി കടന്നു വരുമ്പോ സമാധാനമില്ലാത്ത രാത്രികളുമായി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രധാനത്തിന് ഇറങ്ങിപ്പോയി ഒരു യുദ്ധം കഴിഞ്ഞ് വേർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലോട്ട് കടന്നു വരുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അത്രേ യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള
നബിയോടുള്ള ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? യുദ്ധത്തിന്റെ തിരക്കിനിടഞ്ഞ് വേദാറോടെ കടന്നു വരുമ്പോ വാതിൽപ്പടിയിൽ ആശ്വാസത്തിന് പകരം ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഭാര്യക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് ഇവിടെ നിന്നു. അതാണ് ഭർത്താവ്. ആകാശത്തേക്ക് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഹബീബായ നബി തങ്ങളെ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ ബിമാ ഖദ്ദമത് വഅഖറത്നി. അല്ലാഹുവേ, എന്റെ ആയുസ്ക്ക് നീ പുറത്തു തരണേ. ഇതിനു മുമ്പും ഇതിനു പിമ്പും, അല്ലാഹുവേ, ഇതിനു മുമ്പും ഇതിനു ശേഷവും അവൾ എന്നോട് ഏതൊക്കെ തെറ്റ് ചെയ്യുമോ അതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ദുആ കേട്ടപ്പോ ഇതിനു മുമ്പ് അവൾ എന്തൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ടോ, ഇനി എന്തൊക്കെ അവളെ ചെയ്യാനുണ്ടോ അതെല്ലാം നീ പൊറുക്കണേ അല്ലാ. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു പോയി. മുത്തുനബി ചോദിച്ചു, ആയിഷ അയസുറുക്കി ദുആനി, എന്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചോ മോളെ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളെ താഴെയിരുന്നു. ആയിഷ ബീവി ചിരിച്ച് ചിരിച്ച് ഹബീബായ നബി തങ്ങളുടെ മടിയിലേക്ക് തന്റെ തല പോയി തട്ടുന്നത് വരെ നമ്മൾ പറയാറുണ്ടല്ലോ, തല തല്ലി ചിരിച്ചു പോയി എന്ന്. ആ പ്രയോഗം പോലെ ചിരിച്ച് ചിരിച്ച് തന്റെ പ്രിയപ്പെട്ട ശിരസ് ഹബീബായ മുത്തിന്റെ മടിത്തട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിലേക്ക് തന്റെ തല പോയി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ആയിഷ ബീവി പൊട്ടിച്ചിരിച്ചു പോയി. എന്നിട്ട് ആയിഷ ബീവി മുത്തുനബിയുടെ മടിയിലേക്ക് മലർന്നു കിടന്നു. നേരെ തന്റെ ഭർത്താവിന്റെ മടിയിലേക്ക് കിടന്നിട്ട് ആയിഷ ബീവി ചോദിച്ചു, പത്ര നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ് നബിയേ? യുദ്ധത്തിന്റെ വേദാറിനിടഞ്ഞ് ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവാത്മകമായ വിഭ്രാന്തികൾക്കിടയിൽ കടന്നു വരുമ്പോ ഭാര്യയുടെ ചോദ്യം ഇതാണ്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ് നബിയേ? ഉടനെ മുത്തുനബിയുടെ മറുപടി വന്നു, ഇതാണ് സ്വർഗത്തിന്റെ നായകന്, ഇതാണ് വസീലയുടെ നായകന്, ഇതാണ് ഫദീലയുടെ നായകന്, ഈ പ്രവാചകനാണ് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട നായകന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് ആരോടെന്നറിയോ? നിന്നോടാണ് പൊന്നുമോളെ ആയിഷ. അല്ലാഹുവിന്റെ നബിയെ, സ്ത്രീകളിൽ നിന്നേക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ് നബിയെ? ആശ്രയത്തക്കതല്ലാതെ വിസ്ഫോടനത്തോടെ വർത്തമാനം പറയുന്ന നമ്മൾ മുത്തുനബി ആയിഷ ബീവി മടിയിൽ തല വെച്ചിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കൊഞ്ചിക്കുടയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, ഈ തിരക്കിന്റെ ഇടയിൽ, ഈ നെട്ടോട്ടത്തിന്റെ ഇടയിൽ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മടിയിൽ തല വെച്ചിട്ട് നമ്മളോടൊന്ന് കൊഞ്ചിക്കുടയാൽ എത്ര സമയമാണ് നീ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? അത് നിന്റെ ഇബാദത്തിന്റെ ഭാഗമാണ്, നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ഭാര്യ ഭർത്താക്കന്മാര് തന്നെ ഇരിക്കുമ്പോ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചിട്ട് ഭാര്യക്കൊന്ന് തമാശ പറയാൻ അവസരം കൊടുക്കരുത്. ലോകം കണ്ട ഏറ്റവും ഉത്തമനായ ഭർത്താവേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊക്കെ നമ്മൾ പഠിക്കാതെ പോയ പാഠങ്ങളാണ്, അവഗണനയോടെ തട്ടിത്തെറിപ്പിച്ചതാണ്, അടയാളങ്ങളാണ്, ആദർശമെന്ന് കരുതിയവരാണ്, മനസ്സ് ഹൃദയം റബ്ബിലേക്ക് കൊടുക്കാത്തവരാണ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, സ്ത്രീകളിൽ അങ്ങേക്കാരോടാണ് ഏറ്റവും ഇഷ്ടം നബിയെ? അത് നിന്നോടാണ് ആയിഷ. ആയിഷ ബീവി നിർത്തിയില്ല. അല്ലാഹുവിന്റെ റസൂലേ, ഇത് പെണ്ണിന്റെ വേറൊരു സ്വഭാവമാണ്. ആണുകളിൽ പുരുഷന്മാരിൽ അങ്ങേക്ക് ആരോടാണ് ഇഷ്ടം നബിയെ? ഹബീബായ മുത്തിന് മനസ്സിലായി ആയിഷയുടെ ചോദ്യത്തിന്റെ പൊരുൾ. അവളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂക്കി, നിന്റെ വാപ്പയോടാണ് ആയിഷ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു വൈവാഹിക ജീവിതത്തിൽ ഒരു ഭർത്താവ് പറയേണ്ട പ്രധാനപ്പെട്ട പാഠം. ഭാര്യ ചോദിച്ചപ്പോ, മോളെ, പുരുഷന്മാരിൽ ഏറ്റവും ഇഷ്ടം നിന്റെ വാപ്പയോടാണ്, അതെന്റെ അബൂബക്കറാ.
ഭാര്യമാരുടെയും പരിഭവം എന്തെന്നറിയോ? കുടുംബ ജീവിതത്തെ കുറിച്ച് ധാരാളം വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ വാപ്പയോട് നിങ്ങൾക്ക് സ്നേഹമില്ല, എന്റെ ഉമ്മയോട് നിങ്ങൾക്ക് സ്നേഹമില്ല. നിന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയുടെ ഉമ്മയെ സ്നേഹിക്കാൻ, നിന്റെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയുടെ പിതാവിനെ സ്നേഹിക്കാൻ കഴിയാത്തതെന്താ? ഭാര്യ പിതാവ് എന്ന ഒരു കഥാപാത്രം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അറിയാതെ കിടപ്പുണ്ട്. അമ്മായി അപ്പൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും അവജ്ഞതയോടെ തള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹ ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയതാ. ആരാ ഭാര്യാപിതാവെന്നറിയോ? വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകടകളെക്കുമ്പോ ഒരു കല്യാണത്തിന്റെ സദസ്സിന് നമ്മൾ പോയാൽ കാണുന്നതാരെയാ? പാശ്ചാത്യ വേഷവിധാനത്തെ പോലെ ലജ്ജിപ്പിക്കുന്ന പെൺകുട്ടികളുടെ വേഷവിധാനത്തെ, കല്യാണത്തിൽ നടക്കുന്ന ഒപ്പന കല്യാണത്തെ, അവിടെ നടക്കുന്ന ഗാനമേളകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുകയാ, നിക്കാഹ് നടക്കുന്ന സമയത്ത് നമ്മൾ ആരും കാണാത്തൊരു കാഴ്ചയുണ്ട്. അതേതെന്നറിയോ? നിന്റെ ഭാര്യാപിതാവാ പിതാവ്, നിന്റെ ഭാര്യാപിതാവ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിതാവ് നിക്കാഹിന്റെ സമയമാകുമ്പോ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ബഹുമാനായ സിറാജുദ്ദീൻ ഖാസിയുടെ നേതൃത്വത്തിൽ വിവാഹം നടക്കുകയാ. സാക്ഷികളായി മഠത്തിന്റെ പരിപാലന സമിതിയുണ്ട്. ആ സമയത്തെല്ലാം കഴിഞ്ഞ് കുത്തുമോദി സിറാജുദ്ദീൻ ഖാസിമി വധുവിന്റെ പിതാവിന്റെ കയ്യിലേക്ക് പിടിക്കും, വരന്റെ പിതാവിന്റെ കയ്യിലേക്ക് പിടിക്കും. എന്നിട്ട് അവര് രണ്ടുപേരുടെ കൈയെടുത്തിട്ട് വധുവിന്റെ പിതാവിന്റെ കൈ വരന്റെ കൈവെള്ളയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാ. എന്തിനാ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതെന്നറിയോ? അതൊരു സത്യപ്രതിജ്ഞയാ. ആ കൈ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ അന്നേറ്റവും വലിയ ടെൻഷൻ ആർക്കെന്നറിയോ? വിവാഹത്തിന്റെ സദസ്സിലിരിക്കുന്ന ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ വേലിയേറ്റം അറിയോ? അന്ന് അറബിക്കടലിന്റെ തിരമാലക്കല്ല പരിഭ്രാന്ത്, അതിനേക്കാൾ വലിയ തിരമാല നിന്റെ ഭാര്യാപിതാവിന്റെ ഹൃദയത്തിലാ. 18 വയസ്സ് പോലെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുപോൾ, വൈകുന്നേരം വരുമ്പോ മുട്ടായി പൊതിയുമായി ഞാൻ വന്ന പൊന്നുപോൾ, വൈകുന്നേരം വരുമ്പോ ഉപ്പാന്ന് വിളിച്ചിട്ട് എന്റെ അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് കഴുത്തിനെ കെട്ടിപ്പിടിച്ചു മുത്തം നന്ന എന്റെ പൊന്നുപോൾ, ഏത് സമയത്ത് പോയാലും ഫോൺ വിളിച്ചിട്ട് മോളെ ഉപ്പാന്ന് വിളിച്ച് കാത്തിരിക്കുന്ന എന്റെ പൊന്നുപോൾ, ഞാൻ ആർക്കു വേണ്ടിയാണോ ചങ്ങനാശ്ശേരി അങ്ങാടിയിലെ കിണ്ടലിന്റെ ചാക്കുത്തോളിൽ വെച്ചിട്ട് ചുമന്നു പോയത്? ആർക്കു വേണ്ടിയാണോ മത്സ്യം തലയിലെത്തിയിട്ട് നീണ്ടകരയിലൂടെ ഞാൻ ഓടിപ്പോയത്? ആർക്കു വേണ്ടിയാണോ ഗൾഫിന്റെ മണലാറിന്റെ എത്തിരിഞ്ഞാൽ പച്ച സൂര്യന്റെ നാട് പാടുപെട്ടത്? എന്റെ പൊന്നുമോളെ ഞാൻ ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാ. ഇനി എന്റെ പൊന്നുമോള് കണ്ണുനീര് കുടിക്കുമോ? അവളെ മർദ്ദിക്കുമോ? അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുമോ? എന്റെ വീട് വിട്ടെന്റെ കൈ വിട്ടെന്റെ ഭാര്യ വിട്ടെന്റെ മക്കളെ വിട്ടിട്ട് എന്റെ പൊന്നുമോളെ ഏൽപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നോടും നിങ്ങളോടും മുസീക്കും ഇബാദല്ലാ, ഞാൻ ആദ്യം എന്നോടും ശേഷം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ഭാര്യാപിതാവിന്റെ ഹൃദയം അറിയണേ. നമ്മൾ നിക്കാഹ് നടക്കുന്ന സമയത്ത് പറയുന്ന ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരും നിന്റെ ഭാര്യയോട് മോശമായി പെരുമാറുകയില്ല. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയുമോ? ഉസഫ്വിദുക, കൈ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി പറഞ്ഞു തരും. ഉസഫ്വിദുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇൻസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹ് ബിഇഹ്സാൻ. ഇനിയെങ്കിലും ഈ അറബി പദത്തിന്റെ അർത്ഥം പഠിക്കണേ. ഓരോ ചെറുപ്പക്കാരോടും, ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന കരളിന്റെ കശനമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും ഈ പറയാൻ പോകുന്ന വാക്കിന്റെ പരമാർത്ഥം പഠിക്കണേ. ഉസവ്വിദുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇൻസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഉസവ്വിദുക അലാ മാ അമറല്ലാഹു തആലാ, അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാണ്. മിൻ ഇൻസാകിൻ ബിമഅറൂഫ്, മിൻ ഇൻസാകിൻ ബിമഅറൂഫ്. എന്റെ മകൾക്ക് നിനക്ക് ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ വൈകല്യം ഉണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവരാ. എന്റെ മകൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിന് ന്യൂനതയുണ്ടെങ്കിൽ അവളോട് തട്ടിക്കളയരുത്, അവളോട് അടിക്കരുത്, അവളെ മർദ്ദിക്കരുത്. നീയതും മാന്യതയോടെ സഹിക്കണേ. ഇൻസാഖ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഇല്ലെങ്കിലും നോമ്പുള്ളത് പോലെ അഭിനയിക്കുന്ന
ജീവിക്കുന്നതിനാണ് ഇൻസാഖ് എന്ന് പറയാ. എന്റെ മോളുടെ ചില സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷം മുഖത്ത് കാണിച്ച് ജീവിക്കണേ, അതൊക്കെ അവൾക്ക് പുറത്തു കൊടുക്കണേ. അതല്ല ദുസ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണത്. എന്റെ പൊന്നുമോളെ അടിക്കരുതേ, എന്റെ പൊന്നുമോളെ ഗ്യാസ് തുറന്ന് വിടരുതേ, ഒരാത്മഹത്യാ കുറിപ്പെടുതരുതേ. ഞാൻ കഷ്ടപ്പെട്ടു വളർത്തിയ എന്റെ പൊന്നുമോള് പിറ്റേ ദിവസം നിന്റെ വീടിന്റെ കിണറിന്റെ ഉള്ളിൽ കാണേണ്ട അവസ്ഥ വരരുതേ. ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചു തന്ന പൊന്നുമോള് നിന്റെ വീട്ടിൽ നിന്ന് ജീവച്ഛവമായി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതേ. നീ സന്തോഷത്തോടെ നിനക്ക് ഏൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നീ ഇന്ന് തിരിച്ചേൽപ്പിച്ചേരെ. അവൾ എനിക്ക് ഒരു അധിക ഭാരമാവില്ല. കെട്ടിച്ചു തന്ന മോളെ നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഭർത്താവേ ഒരു പോരേൽപ്പിക്കാറ് നീ എന്റെ കയ്യിലേക്ക് തിരിച്ചു തന്നേരെ. എന്റെ പൊന്നുമോൾ ഇനി എനിക്ക് അനധിക ഭാരമല്ല. 18 വർഷം ഞാൻ അവർക്ക് പോറ്റി വളർത്തിയെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് എന്റെ പൊന്നുമോൾ എനിക്ക് അധിക ഭാരമല്ല. കൃഷ്ണമണി പോലെ ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചോളാം. ഒരു പോറലില്ലാതെ നീ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്കണേ എന്ന് 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ഇതൊരു ഉടമ്പടിയാണ് മോനെ. ഈ വാക്കിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇത് പള്ളിക്കല മുരിയാർക്ക് കൈമടക്കി കിട്ടാനുണ്ടാക്കിയ ഏർപ്പാടല്ല. ഇതേതെങ്കിലും പുരോഗമനവാദത്തിന്റെ പടിവാതിൽ വന്നപ്പോ ഇത് പള്ളിക്കല മുരിയാർക്ക് 100 നോട്ട് കിട്ടാനുണ്ടാക്കിയ ചടങ്ങല്ല. ഇതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാ, ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാ. ഖതീബ് പറഞ്ഞു തരില്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അല്ലാഹുവിനെ സാക്ഷി നിർത്തി, ഹബീബായ മുത്തിനെ സാക്ഷി നിർത്തി, മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നീ പറയുന്ന ഉടമ്പടിയാണിത്. ഈ ഉടമ്പടി നീ ലംഘിച്ചു കളഞ്ഞാൽ ഒരു സൗന്ദര്യവതിയായ പെണ്ണ് ആകസ്മികമായി ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്ക് വേണ്ടി നിന്റെ മക്കളെ പ്രസവിച്ചു തന്ന നീ രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ അടുക്കളയുടെ പുകയും കൊണ്ട് നിനക്ക് വേണ്ടി ഭക്ഷണം തുറന്നു വെക്കുമ്പോ കാമുകിയുടെ കൂടെ പന്നനക്ഷത്ര ഹോട്ടലിൽ പോയി വിട്ടാണ് ഭോജനം നടത്തി വൈകുന്നേരം തിരിച്ചു വരുമ്പോ കിടപ്പറയിൽ നിന്ന് ഭാര്യയെ മാറ്റി നിർത്തുന്ന കേരളത്തിൽ സൈബർ വിധവകൾ കൂടുകയാണ്. ആരാണ് സൈബർ വിധവ? കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ മാഗസിന്റെ റിപ്പോർട്ടാണ് സൈബർ വിധവകൾ കൂടുകയാ. ആരാ സൈബർ വിധവ? അവള് വിധവയല്ല, അവൾക്ക് പഞ്ചായത്തിന്റെ വിധവാ പെൻഷൻ കിട്ടില്ല. എന്നാൽ അവള് വിധവയല്ല, ഭർത്താവുള്ളവളാണ്. ആരാണ് സൈബർ വിധവയെന്നറിയുമോ? ഈ പുരോഗമനത്തിന്റെ നൂറ്റാണ്ട് നമുക്ക് നൽകിയത് ചില പേര് കേൾക്കാത്ത ഉപോൽപ്പന്നങ്ങളെയാ. പാതിരാ സമയത്ത് ഇറങ്ങി വരുന്ന ഭർത്താവിനെയും കാത്ത് മക്കളെ കുളിപ്പിച്ചൊരുക്കി അടുക്കളയുടെ അടുക്കളപ്പുറങ്ങളിൽ അടുക്കുകൾ സഹിച്ച് ഭർത്താവിന് ഭക്ഷണവും വെച്ച് കാത്തിരിക്കുന്ന ഭാര്യ. ആ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുമ്പോ ആരും അറിയാതെ ഇടനാടുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ നിന്നിട്ട് സ്റ്റെപ്പിലൂടെ തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി ചാറ്റ് ചെയ്യുന്ന ഭർത്താവ്. അവള് തന്റെ ഭർത്താവിന് കിടപ്പറയും വിരിച്ച് വീട്ടിൽ കാത്തിരിക്കുമ്പോ അങ്ങാടിക്കവരയിൽ സൈബറിലൂടെ ചാറ്റ് ചെയ്യുന്ന പെണ്ണ് ഭർത്താവ്. ഈ പെണ്ണ് യഥാർത്ഥത്തിൽ വിധവയാണ്. അവളൊരു വിധവയാണ്, സൈബർ വിധവ. അവള് ഭർത്താവിന് വേണ്ടി കടപ്പുറ വിരിച്ചു. അവൻ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അവന്റെ ഓഫീസിലോ സൈബർ ചാറ്റിങ്ങിലാണ്. ഫോൺ സെക്സിന്റെ രതിസുഖങ്ങൾ ആസ്വദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വാഹദിനമിനുക്കും അള്ളാഹു വലിച്ച വലിക്കമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പേരിൽ നാളെ അള്ളാഹുവിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ സമയത്ത് പറയുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ഒരാൾ ചെയ്യില്ല. നിനക്ക് വേണ്ടേ? ഓറില്ല, തിരിച്ചേപ്പിച്ചേ. നിനക്ക് കളിക്കാനുള്ളതല്ല വേണ്ട. നമുക്ക് അറബി പദത്തിന്റെ അർത്ഥം അറിഞ്ഞൂടാ. നമ്മൾ ഇങ്ങനെ പറയാൻ കത്തി പറയും ഔവദിത്തുക്ക വാങ്ക കുത്തുക്ക. പിന്നെ ആരൊക്കെയാ പറഞ്ഞ അതൊന്നും പറയണ്ട. രണ്ടുപേരും കൂടി പോത്തിനെ കച്ചവടം ചെയ്യണ മാതിരി വാപ്പാന്റെ കയ്യിൽ പുതിയാപ്പിള വിളിച്ചു, നീ എനിക്ക് തന്നു, ഞാൻ എടുത്തു, അൽഹംദുലില്ലാഹ് അത് വരുന്നു. പിന്നെ മുയിലിയാര് പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കണത് എന്തിനാണ്? ഞങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിനെ അല്ലാഹു മഹാനവറുകളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു സമ്മാനത്തിൽ മഹാനായ സയ്യിദുൽ ഉലമയോട്
ചോദിച്ചു, എന്തിനാണ് നിക്കാഹിന് മുലിയാർ പറഞ്ഞു കൊടുക്കുന്നത്? അത് തന്നെ എന്ന് പറഞ്ഞാൽ പോരെ. ആരും മിണ്ടിയില്ല. എന്താ പറയുക? മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ വിയോഗം കേരളത്തിൽ നട്ടമാത് പത്രങ്ങൾ എഴുതിയത്. മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ അതെങ്ങനെയാ ശരിയാവുക? ആ സദസ്സിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, മുനീർ സാഹിബുണ്ട്. ഇത് ഒത്തിട്ടാറ് ഞാൻ UDF സ്ഥാനാർത്ഥിയാണെന്ന് കരുതണ്ട, അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത്. അവരെ രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, കഴിഞ്ഞ മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുനീർ സാഹിബിനും മലയാളം വായിക്കാനും അറിയാം, ഇംഗ്ലീഷ് വായിക്കാനും രണ്ടുപേരും ഡോക്ടർമാരാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇംഗ്ലീഷിന് അറിയാം. ആലപ്പുഴ കടപ്പുറത്തെ മനുഷ്യ കടലാക്കി മാറ്റിയ സമസ്തയുടെ 90ാം വാർഷികത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചത് ദുബൈക്കാർക്ക് വേണ്ടി നല്ല ശുദ്ധമായ ഇംഗ്ലീഷിലാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. മുനീർ സാഹിബ് ഡോക്ടറേറ്റുള്ള ആളാണ്. ഇവര് രണ്ടുപേരും മന്ത്രിസഭയിൽ അധികാരമേറ്റപ്പോ, ഇവര് മന്ത്രിമാരായി പോകുമ്പോ ഗവർണർ ഇവർക്ക് സത്യപ്രതിജ്ഞയുടെ വാദം ചൊല്ലിക്കൊടുത്തു. അവരത് ഏറ്റു പറഞ്ഞു. അവർക്ക് സ്വന്തമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ടാണോ? ചില പ്രത്യേകമായ മഹത്വമായ കർമ്മങ്ങളിൽ കുറെ ആളുകൾ, അതിനേക്കാൾ പദവിയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവർ ഇത് ഏറ്റു പറയും. അത് ഓരോ പ്രവർത്തനത്തിന്റെയും ചടങ്ങിന്റെയും മഹത്വം അനുസരിച്ചിട്ടാണെന്ന് മറുപടി പറഞ്ഞു കാലം കണ്ട തുല്യതയില്ലാത്ത മഹാമനീഷി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അല്ലാഹു മഹാനവറുകളുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഇത് പള്ളിക്കല മൂല്യാർക്ക് 100 രൂപ കിട്ടാൻ വേണ്ടിയല്ല. അത് അള്ളാഹു നിശ്ചയിക്ക് കിട്ടും കിട്ടാതിരിക്കുമ്പോ കുത്തരമായ പോലും. പക്ഷേ ആ സമയത്ത് പറയുന്ന അറബി പദത്തിന്റെ വാക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ, പെണ്ണിനെ നിനക്ക് വേണ്ടേ? ഒരു പുറമേൽപ്പിക്കാതെ വാപ്പാണെങ്കിൽ തിരിച്ചേൽപ്പിച്ചെങ്കിൽ എനിക്ക് ഇവിടെ വേണ്ട, ഇവളുടെ സ്വഭാവം മോശമാണ്. പിന്നെ അവിടെ ഞാൻ അടിക്കണം. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരു മുസ്ലിം ലോക ചരിത്രത്തിൽ അവസാനം വളയും മാറി എന്ന് ഇരുത്തുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമാരോടാണ്? അബൂക്കി, എന്റെ വാപ്പായോടാണ് മോളെ. സന്തോഷം. നമ്മൾ നമ്മുടെ ഭാര്യയുടെ വാപ്പായോട് എത്ര സ്നേഹമുണ്ട് നമുക്ക്. ഇത് കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കൽ മാത്രമല്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അവളിലൂടെയുള്ള കുടുംബ ബന്ധം, നമ്മളിലൂടെയുള്ള കുടുംബ ബന്ധം. അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വാപ്പായോട് എത്ര സ്നേഹമുണ്ട്, ഭർത്താവിന്റെ ഉമ്മയോട് എത്ര സ്നേഹമുണ്ട്. 10-25 വർഷം നയിക്കുമ്പോഴൊക്കെ കൈയും കാലും വെച്ച മാതിരി വാപ്പായും ഭയങ്കര കട്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ശരീരം നിന്റെ കയ്യിൽ കിട്ടുമ്പോ പിന്നെ ഉമ്മാക്കൊന്നും പച്ചവെള്ളം കൊടുത്തുകൂടാ, പിന്നെ ഉപ്പാക്കൊന്നും കൊടുത്തുകൂടാ. അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മുടെ മക്കള് പട്ടിണിയിലാവൂലേ എന്നാണ് ആളുകളുടെ ന്യായം. പെണ്ണിന്റെ ന്യായം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇങ്ങനെ കൊടുത്ത ഈ മക്കള് പാളെ കിടക്കുന്നതേ ഉള്ളൂ, ഇവര് വളരുമ്പോ പട്ടിണിയാവൂലേ. എടി പൊട്ടി, അങ്ങനെ എങ്ങാനും ഇവന്റെ ഉമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നെ നിനക്ക് ഈ ഭർത്താവിനെ കിട്ടുമായിരുന്നു. പച്ച പൊട്ടികളെ, അങ്ങനെയാണ് അവളുടെ ഉമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഭർത്താവിനെ നിനക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ ന്യായങ്ങൾ അങ്ങനെയാണ്. എല്ലാം അങ്ങോട്ട് കിട്ടുക, ഇങ്ങോട്ട് കിട്ടാൻ പോലെ രണ്ടും ബെസ്റ്റാണ്. കല്യാണം കഴിച്ചതോടുകൂടി ഉമ്മയും മാപ്പയും ഇല്ലാതാകുമോ? ഞാൻ ഒരിക്കൽ എന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? അവൾ എന്നോട് ചോദിച്ചു, എന്റെ ഉമ്മയോടാണ്. എന്റെ ഉമ്മാടല്ല, അവളുടെ ഉമ്മ. ഞാൻ അപ്പോ ഞാൻ ചോദിച്ച അതെന്താ? അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ഉമ്മ കല്യാണം വാപ്പ മരിച്ചു ലോകത്തിന്റെ കബറിടം വിശാലമാക്കണം. കല്യാണം കഴിച്ചു തരുമ്പോ എനിക്ക് 55 കിലോ തൂക്കമുണ്ട്. ഇപ്പൊ 2 മക്കളെയും പ്രസവിച്ചപ്പോ ഇപ്പൊ 57 കിലോ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നിട്ട് 2 കിലോ ഇറച്ചി കൂടിയുള്ളൂ. 55 കിലോ ഇറച്ചി വാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യായമല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കലഹിക്കാനും പിണങ്ങാനുമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ പറഞ്ഞു, മോളെ നിന്റെ വാപ്പയാണ്. തീർന്നു, വിഷയം തീർന്നു. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്ന് നമുക്കിതിന് സമയമില്ലാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ ഭാര്യയോട് സംവദിക്കാൻ നമ്മൾ രാവിലെ ഇറങ്ങാൻ നല്ല കതറാക്കി, നല്ല കതറ് പശയൊക്കെ മുക്കി നല്ല കതറിട്ടവരോടല്ലേ എന്നോടാ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ പശ മുക്കുന്ന ആളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പശ മുക്കിയിട്ട് ജുബിടാൻ തുടങ്ങിയ ആള് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ എപ്പോഴും ഹൈടെക് വാക്കവി എന്ന് വിളിക്കും. അങ്ങനെ കുറെ ചീത്തക്കാരൊക്കെ എനിക്ക് നല്ല സന്തോഷം. അപ്പോ നന്നായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഈമാന്റെ ഭാഗമാണ്. ഖുർആനിലെ 2ാമതിറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വതിയാബക ഫതഹിർ. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇഖ്റ. പറ
കുടുംബബന്ധം മാത്രമേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇഖ്റ, വായിക്കുക, പഠിക്കുക, പ്രബോധനം ചെയ്യുക. പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ സൂറത്ത് യാ അയ്യുഹൽ മുദ്ദത്തിർ, പുറത്തു മൂടി കിടക്കുന്ന നബി എഴുന്നേക്ക്, വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനോട് നിങ്ങൾ അല്ലാഹുവിന്റെ ദഅവത്ത് നിങ്ങൾ നടത്തി. ദഅവത്തിനിറങ്ങി ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോ വതിയാബക ഫതഹിർ, നിങ്ങളുടെ വസ്ത്രത്തെ ശുദ്ധിയുള്ളതാക്കണം. ശുദ്ധിയുള്ള വസ്ത്രമിടാതെ ആളുകളുടെ മുമ്പിൽ പോയാൽ നാട്ടുകാരനാണ്, അള്ളാഹനെ കേൾക്കാൻ നിൽക്കൂല. പറഞ്ഞ മനസ്സിലായോ? ആളുകളുടെ ഇടയിൽ അള്ളാഹനെ പറയാൻ പോകുമ്പോ അവൻ പല്ലും തെച്ചിട്ടില്ല, അവൻ മീശയും വെട്ടിയിട്ടില്ല, അവൻ താടിയും വെട്ടിയിട്ടില്ല, അവന്റെ ഷർട്ടുമേല് പരിപ്പിന്റെയും സാമ്പാറിന്റെയും പായസത്തിന്റെയും സർവ്വവശിഷ്ടമുണ്ട്. ആളുകൾ അള്ളാഹനെ കേൾക്കാൻ അവന്റെ അടുക്കൽ നിൽക്കില്ല. അള്ളാഹുവിനെ കുറിച്ച് അവരോട് ദൈവത്ത് നടത്തണമെങ്കിൽ നല്ല സുഗന്ധം പൂഷണം, നല്ല വസ്ത്രം ധരിക്കണം, ഉള്ളതിൽ മാന്യമായ വസ്ത്രം ധരിക്കണം. അള്ളാഹുവിനെ സൗന്ദര്യത്തോടെ നടക്കുന്നതാണ് ഇഷ്ടം. അള്ളാഹുവിന് പറമച്ചന്മാരെ സൗന്ദര്യമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഇഷ്ടം. ഇസ്ലാമിൽ ഈ ജടപിടിച്ചതൊന്നും അതൊന്നും ഇസ്ലാമിൽ ഇല്ല. അതാര് പറഞ്ഞാലും ഇല്ല. മാന്യമായി നടക്കണം. മുത്തുനബിയുടെ അടുക്കൽ ഒരു സഹാബി കയറി വന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ നബി തങ്ങൾ ആംഗ്യം കാണിച്ചു, ഇറങ്ങിപ്പോ. ആ സഹാബി ഇറങ്ങിപ്പോയി. താടിയൊക്കെ നീട്ടി വളർത്തി, മുടിയൊക്കെ വളർത്തി വന്നു. കുറെ കഴിഞ്ഞപ്പോ ആ സഹാബി പോയി മുടിയൊക്കെ വെട്ടി, മീശയൊക്കെ വെട്ടി, താടിയൊക്കെ നന്നാക്കി കയറി വന്നു. മുത്തുനബി ഇരിക്കാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചത് നേരത്തെ ചെയ്തിട്ട് വന്നൂടാന്നൊരു സദസ്സിലേക്ക് വരുമ്പോ ഇങ്ങനെ ഇറക്കി വിട്ടു. ആരും അതൊന്നും പറയണ്ട. ദുനിയാവും ആഖിറവും ഒരേപോലെ കൊണ്ടുപോകാൻ പഠിപ്പിച്ചു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.